അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ. എല്ലാവരുടെ വീട്ടിലും പെരുന്നാളിൻ്റെ തലേ ദിവസം ഇറച്ചി വാങ്ങാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാനും കരുതി പെരുന്നാളിൻ്റെ തലേ ദിവസമായിട്ട് ഇറച്ചിക്കറി വെക്കുന്ന റെസിപ്പി ആയാലോ എന്ന്. ഇന്ന് നമുക്ക് തുടങ്ങാം. കുക്കറിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരുംജീരകം, പിന്നെ ഒരു വറ്റൽമുളക് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 4 സവാള, ചെറിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 4 ചെറിയ സവാളയും കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് അറഫാ ദിനമാണ്. ഈ അറഫാ ദിനത്തിൽ നോമ്പ് നോക്കുന്നുണ്ട്, എല്ലാവരും നോമ്പ് നോക്കും. ഈ നോമ്പിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, ഈ വർഷത്തെയും ഇനി വരാനിരിക്കുന്ന വർഷത്തെയും ചെറു പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ സവാളയിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴുകി വെച്ച ഇറച്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയുടെ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കൊരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇറച്ചി വേവാനും കൂടെ വേണ്ടിയാണ് ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 6-7 വിസിൽ വേക്കുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വീഴ്ത്തി ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് മൂന്ന് ടീസ്പൂണാണ് ഞാൻ മുളക് പൊടി ഇട്ടത്. അതേപോലെ 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇറച്ചിയിൽ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് പകരം ഞാൻ ഇതിനകത്തേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെന്ത ഇറച്ചി വേറൊരു പാത്രത്തിലൂടെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മസാലയും കൂടി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റും കൂടി നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. കാരണം ഈ പൊടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അരപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കൊക്കെ നോമ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ദോശയും അതിൻ്റെ കൂടെ ഞാൻ ഇറച്ചിക്കറിയും കൂടെ ആക്കിയിട്ട്. ഇത് കുറച്ച് പെരുന്നാളൊക്കെ അല്ലേ, അങ്ങനെ കുറച്ച് സ്വീറ്റ്സും കൂടെ വാങ്ങിയതേ ഉള്ളൂ. പിന്നെ നോമ്പായതുകൊണ്ടാണ് പൊരിപ്പും കൂടെ ആക്കിയത്. അപ്പോൾ ശരി, എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ.